മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം. നമ്മുടെ നാളത്തെ ഹിന്ദി പരീക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് പത്ര ലിഖിയെ എന്നുള്ളത്. 4 മാർക്കാണ് മക്കളെ. 4 മാർക്കിൻ്റെ ഈ പത്ര ലിഖിയെ എന്ന് പറഞ്ഞ ചോദ്യത്തിന് എന്തെങ്കിലും കുറേ എഴുതി വെച്ചത് കൊണ്ട് നമുക്ക് 4 മാർക്ക് കിട്ടില്ല. കെട്ടിലും മട്ടിലും അതിൻ്റെ നിയമാവലികൾ കീപ്പ് ചെയ്തുകൊണ്ട് കൃത്യമായി എഴുതുന്ന കത്തുകൾക്ക് മാത്രമേ 4 മാർക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പേപ്പർ നിങ്ങൾ ഒരു ഡിസൈൻ ചെയ്ത്, നിങ്ങൾ വരയിട്ട പേപ്പറായിരിക്കും, അതിൽ നിങ്ങൾ ക്രോസ് കുത്തനെ 2 വര വരച്ചിട്ട് അതിനൊരു ഷീറ്റ് പോലെ ഡിസൈൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കത്ത് എഴുതുമ്പോൾ പാലിക്കേണ്ട പ്രധാനപ്പെട്ട നിയമം എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. മക്കളെ, കത്ത് എഴുതുന്ന സമയത്ത് ഇത് കണ്ട ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ബോഡി ഓഫ് ലെറ്റർ ആണ്. കത്തിൻ്റെ ഒരു സ്ട്രക്ചറാണ് നിങ്ങൾ കാണുന്നത്. നോക്കൂ, കത്ത് എഴുതുന്ന സമയത്ത് നമുക്ക് ആദ്യം വേണ്ടത് സ്ഥാൻ താരിഖ് എന്ന് നമുക്ക് ഉണ്ടാവണം. സ്ഥാൻ എന്നും താരിഖ് എന്നും നമ്മൾ ആദ്യം എഴുതണം. സ്ഥാൻ എന്ന് പറഞ്ഞാൽ സ്ഥലമാണ്, താരിഖ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് ആണ്. ഡേറ്റ് നിങ്ങൾ എഴുതണമെന്നില്ല, കഥാപാത്രങ്ങളുടേതായതുകൊണ്ട് നിങ്ങൾ സ്ഥാൻ എന്ന് ഇത് 2 ഡോട്ട് ഇടുക, താരിഖ് എന്ന് ഇത് 2 ഡോട്ട് ഇടുക. ഓക്കെ, ശരിക്കും കത്ത് എഴുതുന്ന സമയത്ത് നമ്മൾ സ്ഥലവും തീയതിയും അവിടെ എഴുതുള്ളൂ. സ്ഥാനം എന്ന് എഴുതി സ്ഥലമോ താരിഖ് എന്ന് എഴുതി തീയതിയോ അല്ല എഴുതുക. പക്ഷേ ഈ കത്തിൽ നമ്മൾ എഴുതുമ്പോൾ കഥാപാത്രങ്ങളുടെ എഴുതുമ്പോൾ സ്ഥാൻ താരിഖ് അല്ലേ, സ്ഥലം തീയതി എന്നുള്ള രൂപത്തിൽ എഴുതുന്നു. എന്നിട്ട് ഇടതുവശത്ത് നമ്മൾ അധികവും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കത്ത് എഴുതാനാണ് ചോദ്യങ്ങൾ വരുന്നത്. അങ്ങനെ വരുമ്പോൾ പ്രിയമിത്ര എന്ന് നമ്മൾ ആദ്യം എഴുതണം, പ്രിയമിത്ര എന്ന്. ഓക്കെ, പിന്നെ കത്ത് എഴുതുമ്പോൾ ഒറ്റ ക്വസ്റ്റ്യൻ ആൻസർ പോലെ അങ്ങോട്ട് എഴുതല്ല. കത്ത് ചില മര്യാദകൾ കീപ്പ് ചെയ്യണം. കത്തിൽ നമ്മൾ പറയാനുള്ളത് 3 പാരഗ്രാഫായിട്ട് എഴുതണം മക്കളെ. 3 പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ 1 അഭിസംബോധനയാണ് അഥവാ ഇൻട്രൊഡക്ഷനാണ്. 2 നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയമാണ്, ഓക്കെ, സബ്ജക്റ്റാണ്. മൂന്നാമത്തത് മൂന്നാമത്തത് എന്താണ്, അതിൻ്റെ കൺക്ലൂഷനാണ്, ഉപസംഹാരം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതിയതിന് ശേഷം വേണം, ഇങ്ങനെ കത്ത് എഴുതി അവസാനിപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ തുമാര വിശ്വസ്തു എന്ന് എഴുതുന്നു, അല്ലെങ്കിൽ സസ്നേഹ് എന്ന് എഴുതുന്നു, അല്ലെങ്കിൽ എന്ത് എഴുതുന്നു, സ്നേഹ് എന്ന് എഴുതിയാലും മതി. ഓക്കെ, എന്നിട്ട് ഹസ്താക്ഷർ, അതായത് കത്ത് എഴുതുന്ന ആളിൻ്റെ ഒപ്പാണ് അവിടെ, അതിനുശേഷം നാം എന്ന്. ഓക്കെ, ഇത്രയും എഴുതണം. ഇത്ര എഴുതിയാൽ കത്തായി. പക്ഷേ ഈ കത്തിനെ ഇങ്ങനെ A4 ഷീറ്റിൽ നമ്മൾ അയക്കില്ലല്ലോ, അതിനെ മടക്കി മറ്റൊരു കവറിലിടും. ആ കവറിലിട്ടിട്ട് കിട്ടേണ്ടുന്ന ആളിൻ്റെ അഡ്രസ്സ് കൂടി എഴുതണം, അതും കൂടി മെൻഷൻ ചെയ്യണം നമുക്ക് ഇതിൻ്റെ അകത്ത്. അതാണ് നിങ്ങൾ അവസാനമായി കാണുന്ന കവർ, അതായത് ഇതാണ് ആ കവർ. ഇതിന് മുകളിൽ നമ്മൾ കത്ത് എഴുതുമ്പോൾ ഇംഗ്ലീഷിൽ ആദ്യം നമ്മൾ 2 എന്ന് എഴുതും, പേര് എഴുതുന്നതിന് മുമ്പ്. സമക്ഷത്തിങ്കിലേക്ക് എന്നാണ്. അതിന് ഹിന്ദിയിൽ നമ്മൾ പറയുന്നത് സേവാമേം എന്നാണ്. എന്താണ് സേവാമേം? കൂടാതെ നാം എന്നും പത എന്നും എഴുതേണ്ടുന്നത് സുഹൃത്തിനാണെന്ന് പറയുമ്പോൾ സുഹൃത്തിന് അഡ്രസ്സ് നമുക്കറിയില്ല, നമ്മൾ നാം എഴുതി 2 ഡോട്ട് ഇടുക, പത എഴുതി 2 ഡോട്ട് ഇടുക. ഓക്കെ, ഇങ്ങനെ എഴുതി വെച്ചാൽ ഇത് നിങ്ങൾ നോക്ക്, കത്തിൻ്റെ ചില മര്യാദകൾ കീപ്പ് ചെയ്ത് ഒരു ബോഡി ഓഫ് ലെറ്ററായി. ഇങ്ങനെ മാത്രം എഴുതി വെച്ചാൽ ശരിക്കും നിങ്ങൾക്ക് 2 മാർക്കിന് അർഹതയായി. ഓക്കെ, ഇനി നമ്മൾ ഏത് ചോദ്യം വന്നാലും നമ്മൾക്ക് ഇങ്ങനെ ഈ മര്യാദ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ കത്ത് ചെയ്യുന്നത്. ഇത് നിങ്ങൾ കീപ്പ് ചെയ്യാതെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പോലെ പാരഗ്രാഫ് പോലെ എഴുതി വെച്ചാൽ അത് കത്തിന് മാർക്കാവില്ല. അപ്പോൾ കെട്ടിലും മട്ടിലും ഡിസൈനിങ്ങിലും കത്തായി ഫീൽ ചെയ്യണം. ഓക്കെ മക്കളെ, ബോർഡർ നിങ്ങൾ പെൻസിൽ കൊണ്ടിട്ട് ഒരു പേപ്പറായി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് വേണം എഴുതാൻ. അങ്ങനെ എഴുതുന്ന സമയത്ത് ഒരു ചോദ്യം, നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നോക്ക്, പരീക്ഷ വരാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ചാർലിയുടെ ഷോക്കെ ബാദ്, സ്റ്റേജ് ഷോയ്ക്ക് ശേഷം മാം ഹെന്നാനെ, അമ്മയായ ഹെന്ന അപ്പനി സഹേലിക്കോ, തൻ്റെ കൂട്ടുകാരിക്ക് പത്രലേക്ക് ഒരു കത്ത് എഴുതി. പത്ര കൽപ്പന കർക്കിലേക്ക് ആ കത്ത് നിങ്ങളോട് ഭാവന എഴുതാൻ പറഞ്ഞാൽ, നിങ്ങൾ കത്ത് എഴുതുമ്പോൾ ആദ്യം കത്തിലേക്ക് പോകുമ്പോൾ മനസ്സിലാക്കേണ്ടത് കത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെ ആയിരിക്കണം. ഏത് ചോദ്യമാവട്ടെ കത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെ ഉണ്ടാവണം. അതായത് നോക്ക്, നമ്മൾ സ്ഥാൻ താരിഖ് എഴുതി. മിനിമം ഏത് കത്ത് വന്നാലും നിങ്ങൾ എഴുതേണ്ടത് പ്രിയമിത്ര എന്ന് എഴുതിയിട്ട് തും കൈസേ ഹോ എന്ന് എഴുതണം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, ടീക്ക് ഹേന, സുഖം തന്നെയല്ലയോ എന്ന് എഴുതണം. കുച്ച് ദിൻസേ മേ ഈ പത്ര ലിഖ്നേക്കെ ബാരേമേ സോച്ച് രഹാവു, കുറച്ച് ദിവസമായി ഞാൻ ഈ കത്ത് എഴുതിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് നിങ്ങൾ എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് മറ്റൊന്നും എഴുതാൻ കിട്ടുന്നില്ല എന്ന് വിചാരിച്ചോ, അങ്ങനെ മറ്റൊന്നും എഴുതാൻ കിട്ടുന്നില്ല. പിന്നെ നിങ്ങൾ ലാസ്റ്റ് മാം ബാപ്പ് സേ തലാഷ് കഹിന ചയ്യേ, അപ്പനോടും അമ്മയോടും എൻ്റെ അന്വേഷണം പറയണം. ഛോട്ടാ ബായ് സേ മേരാ പ്യാർ, കൊച്ചനിയനോട് എൻ്റെ സ്നേഹം അറിയിക്കണം. എന്നിട്ട് സസ്നേഹ്, ഹസ്താക്ഷർ, കലാം എന്നിടും. ചില ആളുകൾ ചോദിക്കും, ഹസ്താക്ഷരം മുകളിലാണോ സാർ താഴെയാണ് വേണ്ടത്? ശരിക്കും വേണ്ടത് ഹസ്താക്ഷരം മുകളിലാണ്, ഒപ്പാണ് മുകളിൽ വേണ്ടത്, ചോട്ടിലാണ് പേരുണ്ടാവുക. നിങ്ങൾ നേരെ താഴോട്ടായി പോയാലും ഞാൻ മുകളിൽ എഴുതി ഹസ്താക്ഷരമായി പോയാലും വലിയ ടെൻഷനൊന്നും അടിക്കേണ്ടതില്ല. എന്നിട്ട് ഇത്രയും നിൽക്കുക. ഇങ്ങനെ എഴുതിയാൽ, ഇങ്ങനെ മാത്രം എഴുതിയൊരു കത്താണെങ്കിൽ, ബോഡി ഓഫ് ലെറ്റർ ആണെങ്കിൽ ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞു 2 മാർക്ക് ഉണ്ടാവും. ഇങ്ങനെ കത്ത് എഴുതാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് 1 മാർക്ക് കൊണ്ട് അത് ശരിക്കും 3 മാർക്ക് ഉണ്ടാവും. ഇനി മാറ്ററാണ് എഴുതേണ്ടത്. വിഷയങ്ങൾ നമ്മൾ എവിടെയാണ് എഴുതേണ്ടത്? ആ വിഷയം എഴുതാൻ നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ തൊട്ട് മുകളിലത്തെ പാരഗ്രാഫ് കൃത്യമായിട്ടൊന്ന് വായിക്കുക. അല്ലെങ്കിൽ ആ പാരഗ്രാഫ് അതുപോലെ തന്നെ അതിൽ കിട്ടാവുന്നതിന് ആൻസർ ശരിയാക്കി നിങ്ങൾ അവിടെ എഴുതാൻ കഴിഞ്ഞാൽ
മാറ്ററുമായി ബന്ധപ്പെട്ട് വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ബാക്കി ഒരു മാർക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് 4 മാർക്ക് ഉറപ്പാണ്. നിങ്ങൾ പഠിച്ചു പോയത് തന്നെ, കാണാതെ പഠിച്ചു പോയത് തന്നെ എഴുതാൻ വന്നോളമെന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഞാൻ കണ്ട ക്വസ്റ്റ്യൻ അല്ല, അല്ലെങ്കിൽ ഞാൻ കാണാതെ എഴുതി പഠിച്ച ക്വസ്റ്റ്യൻ അല്ല വന്നത് എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. 4ൽ 4 മാർക്ക് പഠിച്ചെടുക്കാനുള്ള ട്രിക്കാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ മക്കളെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ചാർലി ചാപ്ലിൻ്റെ അമ്മ കൂട്ടുകാരിക്ക് എന്ന കത്ത് നോക്ക്. ആ കത്തിൻ്റെ ഒരു മോഡലാണ് നിങ്ങളിവിടെ കാണുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ പരീക്ഷ പഠിക്കാനുള്ള ഒരു കത്താണിത്. ഇങ്ങനെ ചോദിച്ചാൽ ഈ കത്ത് നമ്മൾ കത്തിൻ്റെ മറുപടി നമുക്ക് നോക്ക്. കത്ത് എങ്ങനെ എഴുതാം നോക്കിയോ. സ്ഥാൻ താരിഖ് എഴുതി, പ്രിയ മിത്ര എന്ന് എഴുതി. എന്നിട്ട് ചോദ്യം ഇതാണ്, ചാർലി ചാപ്ലിൻ്റെ ഷോയ്ക്ക് ശേഷം ചാർലിയുടെ അമ്മ കൂട്ടുകാരിക്ക് എന്ന കത്താണ്. ആ കത്ത് എങ്ങനെ ഉണ്ടാവാം? തും കൈസേ ഹോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ടീക്ക് ഹേന, അസുഖം തന്നെയല്ലേ? ഏക്ക് ഖുഷിക്ക് ബാത്തു, ഒരു സന്തോഷമുള്ള കാര്യമുണ്ടായി. വ തുമാരെ സാത്ത്, അതിൻ്റെ നിൻ്റെ കൂടെ ഭാഗ്യലേനേക്കിലി പങ്കുവെക്കുന്നതിന് വേണ്ടി ഈ ചിട്ടിയിൽ ഗ്രഹിവും ഞാൻ ഈ കത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എന്താ പറയുന്നത് നമുക്ക്? ഇൻട്രൊഡക്ഷനായി. കൽ മേ സ്റ്റേജ് പർ ഗാന ഗാത്തേ സമയ്, ഇന്നലെ ഞാൻ സ്റ്റേജിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ മേരാ ആവാസ്, എൻ്റെ ശബ്ദം അചാനക് പെട്ടെന്ന് ബന്ദ് ഹുയി, സ്റ്റോപ്പായി പോയി. ലോക് ജനങ്ങൾ ചില്ലാത്ത രഹേ, ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. രോത്തി ഹുയി, കരഞ്ഞും കൊണ്ട് ഞാൻ സ്റ്റേജിൻ്റെ പീച്ചേ പിറക് കീ ഓർ വശത്തേക്ക് ചലികെ ഓടിപ്പോയി. മാനേജർ വന്നിട്ട് ബഹസ് കർണയിലേക്ക് എന്നോട് വല്ലാതെ തർക്കിക്കാൻ തുടങ്ങി. ബഹസ് കർണ തർക്കിക്കുക. ഫിർ പിന്നീട് 5 സാൽക്ക് 5 വയസ്സുള്ള എൻ്റെ ചോട്ടെ ബച്ചേക്ക് കൊച്ചുമകനെ സ്റ്റേജിന് മുകളിൽ ബേജിനേക്ക് അയക്കാനുള്ള ജിദ്ദ് കിയ, വാശി അങ്ങ് പിടിച്ച മനുഷ്യൻ. മേൻ ഡർ ഗയി, ഞാൻ പേടിച്ചു പോയി. ഫിർബി, എന്നിട്ടും സ്റ്റേജ് പർ ജാനേക്കോ, സ്റ്റേജിൽ പോവാൻ ഞാൻ പേടിച്ചു പോയി. പക്ഷേ സ്റ്റേജിൽ പോവാൻ ചാർലി തയ്യാറാവുക, എൻ്റെ ആ കൊച്ചു പയ്യൻ തയ്യാറായി എന്നുള്ളതാണ്. ആശ്ചര്യക്ക് ബാത്ത് ഹേ, ആശ്ചര്യം എന്ന് പറയട്ടെ. ചാർലിനെ സ്റ്റേജ് പർ ജാക്കർ, ചാർലി പേടിയില്ലാതെ സ്റ്റേജിലേക്ക് അങ്ങോട്ട് പോയിട്ട് കമാൽ കർദിയ, അവൻ സൂപ്പറാക്കി. കമാൽ കർദിയ, ഗംഭീരമാക്കി. വ ഗാന ഗായ, നിനക്കറിയാം അവൻ പാട്ടുപാടി. നൃത്തം ചെയ്തു. ദർശകനെ കാഴ്ചക്കാരോട്, ഓഡിയൻസിനോട് ബാച്ചിത് കിയ, അല്ലേ എന്താക്കി? സംഭാഷണം നടത്തി. ബഹുത്ത് ഗായകോങ്ക, ഒരുപാട് പാട്ടുകാരെ നക്കൽ കിയ, അവൻ അവതരിപ്പിച്ചു. നക്കൽ കിയ എന്ന് പറഞ്ഞാൽ ഇമിറ്റേറ്റ് ചെയ്തു. മേരാബി അനുകരൺ, എന്നെയും അനുകരൺ കിയ, ഞാൻ പാട്ടുപാടി തയ്യാറായി പോയി രംഗവും അവൻ അനുകരിച്ചു. തിയേറ്റർ ഏക് ഹംസിഗർ ബൻ ഗയ, സത്യം പറയാലോ തിയേറ്റർ ഒരു ചിരി മന്ദിരമായി മാറി. ഏക് ഹംസിഗർ ബൻ ഗയ. ലോകോനെ സ്റ്റേജ് പർ ബഹുത്ത് പൈസ ബർസെ, ജനങ്ങൾ സ്റ്റേജിലേക്ക് ധാരാളം ക്യാഷുകൾ വർഷിച്ചു. താലിയാം ബജാക്കർ, ക്ലാപ്പ് അടിച്ചുകൊണ്ട് സബ് ലോഗ്, എല്ലാ ആളുകളും ചാർലിയെ ബഹുത്ത് വളരെയധികം താരിഫ് തന്നെ അഭിനന്ദിച്ചു, ആശീർവദിച്ചു എന്നർത്ഥം. ചാർലി ഇത്രയും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഏകമാത്രക്കാരൻ, ഒരേ ഒരു കാരണം എന്താണ്? ഏകമാത്രക്കാരൻ തും ഓർ സഹേലിയ ഹേ, നീയും കൂട്ടുകാരികളാണ്. നിങ്ങൾ പാർക്കിൽ വെച്ചും ബീച്ചിൽ വെച്ചൊക്കെ ഓരോന്നും കളിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയല്ല മോനെ, ഇങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞ് കളിപ്പിക്കുന്നുണ്ടായിരുന്നു. സത്യത്തിൽ അതൊരു ട്രെയിനിങ് വഴി മതി. തമാശയ്ക്ക് വേണ്ടി തും ലോഗ്, നിങ്ങൾ പാർക്കിൽ വെച്ചിട്ട് ജോ കുച്ച്, ഏതൊക്കെ അഭിനയം ചാർലിസെ കർവാത്തി, ചാർലിയെ കൊണ്ട് ചെയ്യിച്ചിരുന്നോ? അസലിമേ, സത്യത്തിൽ വ ബഡ അനുഗ്രഹുക, അതൊരു വലിയ അനുഗ്രഹമായി മാറി. എന്നിട്ടോ തുമാരേ ലിയേ, നിങ്ങൾക്ക് മേരി തരവ് എൻ്റെ ഭാഗത്തുനിന്ന് ബഹുത്ത് ശുക്രിയ, ഒരുപാട് ശുക്രിയ ഉണ്ട്, നന്ദിയുണ്ട്. സ്നേഹപൂർവ്വം തുമാര വിശ്വസ്ത്, നിങ്ങളുടെ വിശ്വസ്തൻ. ഏത് വിശ്വസ്ത? ഹെന്ന ഹസ്താക്ഷർ. എന്നിട്ട് കത്തിൽ നമ്മൾ കോളം വരച്ചിട്ട് സേവാമയും ഞാൻ പദം നിന്ന്. ഇതാണ് മക്കളെ ആ കത്തിൻ്റെ ആൻസർ. ഈ കത്ത് പോലെ നിരവധി കത്തുകളാണ് നമ്മൾ പഠിക്കാനുള്ളത്. എല്ലാം നമുക്ക് വൈകുന്നേരം ചർച്ച ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല ഏത് കത്ത് വന്നാലും പൊതുവായി നമ്മൾ പാലിക്കേണ്ട നിയമങ്ങൾ ഞാൻ പറഞ്ഞു. ബോഡി ഓഫ് ലെറ്റർ ഉണ്ടായിരിക്കണം, അഭിസംബോധന ഉപസംഹാരം ഉണ്ടായിരിക്കണം. മാറ്റർ എഴുതാനുള്ളത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ മനോഹരമായി എഴുതുക. ഇല്ലെങ്കിൽ തൊട്ടുമുള്ള പാരഗ്രാഫ് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ എന്തെങ്കിലും എഴുതാൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ്. കെട്ടിലും മറ്റിലും ഡിസൈനിങ്ങിലും ഫുൾ പുതിയ ഷീറ്റ് പേപ്പറിലായിരിക്കണം കത്തെപ്പോഴും എഴുതുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർമ്മ വേണം. നിരവധിയായ കത്തുകൾ ഇതുപോലെ നമ്മൾ പഠിക്കാനുണ്ട്. എല്ലാ കത്തുകളും നമുക്ക് ഇന്ന് വൈകുന്നേരം ചർച്ച ചെയ്യേണ്ടതുണ്ട്. എല്ലാവരും കൃത്യസമയത്ത് ജോയിൻ ചെയ്യുക. നമുക്ക് സുന്ദരമായി പഠിക്കാം, ഫുൾ മാർക്ക് സ്വന്തമാക്കാം. ബൈ.